ഹായ് സാസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം ഉണ്ടോ എന്നാ പറ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൊണ്ട് അമർത്തി വെച്ചേരെ കേട്ടോ. അപ്പം നമ്മൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് സ്കൂളിൽ പോയി വെക്കും കേട്ടോ. അപ്പോൾ അവൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് അവൾക്ക് 4 മണിക്ക് കൊടുക്കാനായിട്ട് ചിലപ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കാറുള്ള സാധനം കേട്ടോ ഇത്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കടയിൽ നിന്ന് ഒരു ഷേക്ക് പോലെ, അപ്പോൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ നല്ല ഹെൽത്തി ആട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് എന്നൊക്കെ എടുത്തതെന്ന് വെച്ചാൽ ഞാൻ ഒരു ആദ്യം കാണിച്ചതുപോലെ കാഷ്യൂനട്ടും ബദാം പരിപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബൂസ്റ്റിൻ്റെ ഒരു ചെറിയ 2-3 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് മുഴുവൻ ഇടുന്നില്ല. പിന്നെ പഴത്തിന് മറ്റേ ഏത്തപ്പഴം ആട്ടോ എടുത്തേക്കുന്നത്. ഒരു ഏത്തപ്പഴം, ഒരു 1.5 ഏത്തപ്പഴം എടുത്തായിരുന്നു കേട്ടോ. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ പാല് തിളപ്പിച്ച്, ഞാൻ പച്ചപ്പാലല്ല കേട്ടോ എടുത്തത്. ഇപ്പോൾ തിളപ്പിച്ചിട്ട് അത് തണുക്കാനായിട്ട് ഫാനിൻ്റെ അടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, അത്ര തണുപ്പൊന്നും ആക്കുന്നില്ല. സാധാരണ ഒരു ചൂട് മാറി കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സി എടുത്തിട്ടുണ്ട്. മിക്സിയിലോട്ട് നമ്മൾ ഒരു 1.5 പഴമുണ്ട്. പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്, ഞാൻ ആദ്യം ബദാം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് അതിൻ്റെ തൊലി കളയാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ കളഞ്ഞു കഴിഞ്ഞ് പകുതിയെ കളഞ്ഞുള്ളൂ കേട്ടോ, മുഴുവൻ കളഞ്ഞില്ല. കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ പകുതി തൊലി കളയാത്ത ബദാം. പിന്നെ ബദാമിൻ്റെ തൊലി തൊലിക്കാതിരുന്ന അതിന് തൊലിക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ അതങ്ങനെ ഇട്ടു. പകുതി തൊലി കളഞ്ഞു, പകുതി തൊലി കളയാതിട്ടുണ്ട് കേട്ടോ. അത് തൊലി കളഞ്ഞില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ പാലൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. തണുത്ത ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് തണുപ്പിച്ചതാണെങ്കിൽ ഇത്തിരിയുടെ ടേസ്റ്റ് കൂടും കേട്ടോ. പക്ഷേ പിള്ളേർക്ക് തണുപ്പ്, ഇപ്പം മഴയൊക്കെ അല്ലേ, അപ്പം തണുപ്പൊന്നും പറ്റില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് തണുപ്പിച്ചിട്ടില്ല. ചെറിയൊരു ചൂട് നന്നായിട്ട് മാറി ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇത്തിരി ടേസ്റ്റിന് വേണ്ടി ബൂസ്റ്റിൻ്റെ ഒരു പാക്കറ്റും കൂടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് മധുരത്തിന് വേണ്ടി ഷുഗറൊന്നും ഞാൻ ഇട്ടിട്ടില്ല. നല്ലൊരു മധുരമൊക്കെ കിട്ടാനായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഈന്തപ്പഴം കൂടെ വേണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിൻ്റെ കൂടെ ഈന്തപ്പഴം ചേർത്തിട്ടില്ല, കാരണം ഇവിടെ ഈന്തപ്പഴം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഈന്തപ്പഴം ചേർത്ത് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ്. ഞാൻ ഇത്തിരി ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരം മറ്റേ ബൂസ്റ്റിൻ്റെ ആ ഒരു മധുരം, പിന്നെ ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മധുരമൊക്കെ കൂടി, മധുരവും അത്യാവശ്യത്തിന് നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. നമുക്കിനി അത് കൊണ്ട് കണ്ണന് കൊടുത്തു നോക്കാം കേട്ടോ. മെയിനായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കണ്ണനെ ഉദ്ദേശിച്ചു കേട്ടോ. എന്നു വെച്ചാൽ അവൻ പാല് കുടിക്കത്തേയില്ല. അപ്പോൾ ഇപ്പം ഞാനിത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പം അവനെ പാലാന്നറിയാം, എന്നാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റിനേക്കാളും കൂടുതൽ മറ്റ് ബദാം പരിപ്പിൻ്റെ അതിൻ്റെയൊക്കെ ഒരു, പിന്നെ ബൂസ്റ്റിൻ്റെ ഒക്കെ ഇതാവുമ്പം അവനങ്ങ് കുടിച്ചോളൂ കേട്ടോ. അവനത് ഒത്തിരി ഇഷ്ടമായിട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കണ്ണന്, അതുപോലെ തന്നെ അവനും പായസമല്ല സേമിയ പായസമൊക്കെ ആയിട്ട് പാലങ്ങനെ കൊടുക്കും. അപ്പം ഞാൻ സേമിയ ഒരു ഇത്തിരി അതിൻ്റെ അടിയിലിട്ടിട്ട് പാൽ ഒരു ഗ്ലാസ്സായിട്ട് അങ്ങ് കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ അവൻ പാലും കുടിക്കത്തില്ല, ചായയും കുടിക്കത്തില്ല കേട്ടോ. അതുപോലെ കിങ്ങിണിമോക്കും കൊടുത്തുകൊണ്ട് കിങ്ങിണിമോൾ പിന്നെ പാലൊക്കെ കുടിക്കുന്ന ആളാണ്. അവൾക്ക് ഇതും ഇഷ്ടമായി കേട്ടോ. അവൾക്ക് ഇഷ്ടമായെങ്കിൽ അവളത് ഒരു ഗ്ലാസ് ഫുൾ കുടിക്കാനുള്ള ആളില്ല, മുഴുവൻ കുടിച്ചില്ല, 1/2 ഗ്ലാസ്സോളം കുടിച്ചായിരുന്നു. കാരണം പക്ഷേ അത് ഫുൾ കുടിച്ചു കേട്ടോ. അത് അവനെപ്പോഴും അങ്ങനെയാണ്, അത് ഫുള്ള് സൂപ്പറാണെന്ന് കാണിക്കുന്നുണ്ട് കിങ്ങിണിമോള്. രണ്ടുപേരും സൂപ്പറാന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും കിങ്ങിണിമോൾ മുഴുവൻ കുടിച്ചില്ല, കണ്ണം മുഴുവൻ കുടിച്ചത് കണ്ടോ. കളിപ്പാട്ടെല്ലാം ഇങ്ങനെ നിരത്തിയിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അത് എത്ര പ്രാവശ്യം എടുത്ത് വെച്ചാലും അങ്ങനെ തന്നെ ഇരിക്കത്തേ. കണ്ണം ഫുൾ കുടിച്ചു, ഗ്ലാസ് എംറ്റി ആക്കി എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അടുത്തതായിട്ട് ഇതൊക്കെ കുടിച്ച് നമ്മുടെ കിങ്ങിണിമോക്കടെയും കണ്ണൻ TV ഒക്കെ വെച്ചേക്കും കേട്ടോ. അപ്പോൾ അത് കണ്ട് ഇന്ന് കിങ്ങിണിമോക്കടെ ഡാൻസാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കേൾക്കുന്ന ട്യൂണിനനുസരിച്ച് അവൾ TV ഓൺ ആക്കുമ്പോൾ ഒരു ട്യൂണുണ്ടല്ലോ, അത് കേട്ട് അവൾ ഡാൻസ് കളിക്കുന്നതായിട്ട് കാണുന്നത്. ഈ കളിപ്പാട്ടമെന്ന് വെച്ചാൽ കളിപ്പാട്ടം എപ്പോഴും ഞാൻ എടുത്ത് അടുക്കി വയ്ക്കുന്നത്, പക്ഷേ അത് അടുക്കി അങ്ങോട്ട് വെച്ചിട്ട് കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ള വീട്ടിലുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമ്മൾ അടുക്കി വെച്ചിട്ട് അങ്ങോട്ട് മാറി നമ്മൾ അങ്ങോട്ട് തിരിയുന്നതിന് മുമ്പ് തന്നെ അവരത് എടുത്ത് നിരത്തും കേട്ടോ. ഇത് നിരത്തി ഇങ്ങനെ ഇട്ടേക്കുവാണെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ല, പിന്നെ അതങ്ങനെ തന്നെ കിടന്നോളും. പക്ഷേ അടുക്കി എടുത്ത് വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ എടുത്തിടണം, എന്നാലേ അവർക്ക് സമാധാനമുള്ളൂ കേട്ടോ. അതങ്ങനെയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഡാൻസ്
കിങ്ങിണിമോൾക്ക് എന്തെങ്കിലും ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അവൾക്ക് ഡാൻസ് കളിക്കാനൊരു പ്രത്യേക ഒരു ഇതുണ്ട് കേട്ടോ. അത് തീരെ കുഞ്ഞേച്ചി വന്നിട്ടുണ്ട്. അതെ, കുഞ്ഞേച്ചി വന്നപ്പോഴത്തേക്ക് കിങ്ങിണിമോൾ ഓടിപ്പോയി. ഇപ്പം കണ്ണൻ രാവിലെ അവന് ചെറിയ പനിയൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് കണ്ണൻ പോകാത്തത് കൊണ്ട് കിങ്ങിണിമോൾക്ക് കുഞ്ഞു പോകുമ്പോൾ വലിയൊരു വിഷമമില്ല. അവൻ കൂട്ടമുണ്ടല്ലോ. കുഞ്ഞു വന്ന ഉടനെ തന്നെ കുത്തിയിരുന്ന് ഞാൻ കണ്ണൻ ഇന്ന് മരുന്ന് വാങ്ങിക്കാൻ പോയപ്പോൾ ഒരു കിൻഡർ ജോയ് വാങ്ങിച്ചായിരുന്നു. അത് ഒരെണ്ണോ വാങ്ങിച്ചുള്ളൂ. അപ്പം അതിൻ്റെ ഒരു കവറൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്തുക കേട്ടോ, എനിക്ക് വാങ്ങിച്ചില്ലേ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ കുഞ്ഞു വന്ന് ഡ്രസ്സൊക്കെ മാറി അവൾക്ക് ഞാൻ കൊടുത്തുട്ടോ, നമ്മുടെ ഷേക്ക് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. അല്ലെങ്കിലും കുഞ്ഞുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുടിക്കുന്നത്, ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അവൾ അതിനെക്കുറിച്ച് അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അത് ഞാനത് വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറത്ത് അവന് ടി വി വെച്ചിട്ട് ഭയങ്കര ഓളിയത് ടി വി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ സൗണ്ട് കാരണം ആട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇതായിട്ട് കിൻഡർ ജോയുടെ കൂടെ കിട്ടിയൊരു ക്യൂട്ട് ആനക്കുട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വൈകിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ വരുന്ന സമയത്ത് അങ്ങനെ ഒത്തിരി ഒരു ഇതങ്ങ് കഴിക്കാനൊന്നും നിൽക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഇതും ഉണ്ട്. അതിൻ്റെ അകത്ത് ഏത്തപ്പഴമുണ്ട്. ഏത്തപ്പഴം ഒന്നും ചില പിള്ളേർ കഴിക്കത്തില്ല, പാല് കുടിക്കത്തില്ല. ഇപ്പോൾ കണ്ണനെ പോലെ പാല് കുടിക്കത്തില്ലാത്ത പിള്ളേരുണ്ടാവും. പിന്നെ ബദാം, കാഷ്യൂ, അങ്ങനെ നല്ല സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഒത്തിരി വിശക്കത്തില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇത് കൊടുത്താൽ ഒരു 7:30 ആകുമ്പോഴത്തേക്ക് കുഞ്ഞു ചോറുണ്ണത്തുള്ളൂ. ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് വിശക്കത്തുള്ളൂ കേട്ടോ. കണ്ണനാ ഇത് കുടിച്ചിട്ടാന്ന് തോന്നുന്നു കേട്ടോ, ഭയങ്കര ചാട്ടം. എനർജി കൂടിയെന്ന് തോന്നുന്നു കണ്ണന്. എനർജി കൂടിയിട്ട് ഭയങ്കര ചാട്ടം കേട്ടോ, ഡാൻസാ. പോണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഇതാട്ടോ, നല്ലതല്ലേ? നല്ലതായിരുന്നു, കുഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതേ എന്നൊരു മുട്ടത്തലിച്ച് എവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.